ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് രാജലക്ഷ്മി. ഇന്ന് നോക്കാൻ പോകുന്നത് പിക്ക് എ കാർഡ് റീഡിംഗ് അല്ല, ഇറ്റ്സ് എ ജനറൽ റീഡിംഗ്. ആൻഡ് എന്താണ് പ്രേക്ഷകരുടെ ചുറ്റുപാടിൽ ഇപ്പോൾ നടക്കുന്നത്? ഓക്കെ, സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ്സ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കമൻറ്റ് സെക്ഷനിൽ ഏറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നമ്പർ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഫേസ് ടീമിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. എന്നെ അവിടെ ഫോളോ ചെയ്യുക, ഷോർട്സ് കാണുക, ഷോർട്സ് ഇടുന്നതാണ്. ആൻഡ് എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ എന്ന ചാനലും കണ്ടു നോക്കുക. ഓക്കെ, സോ ജനറൽ റീഡിംഗ് ഈ ഒരു ചാനലിൽ കൊണ്ടുവരുന്നത് പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട് ദാറ്റ് ഈ ഒരു ടോപ്പിക്കിൽ പിക്ക് എ കാർഡ് റീഡിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. പിക്ക് എ കാർഡ് റീഡിംഗ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് പ്രേക്ഷകരുടെ ചുറ്റുപാടിൽ നടക്കുന്നത്. സോ ചുറ്റുപാട് നിങ്ങളുടെ കരിയർ ഓപ്ഷൻസ് ആകാം, ഓക്കെ, നിങ്ങളുടെ ബിസിനസ് ഉള്ള സ്ഥലത്താകാം, നിങ്ങളുടെ ഫാമിലി, എവിടെ പ്രേക്ഷകർ താമസിക്കുന്നു, കാർഡ്സ് കാണിക്കുന്നതാണ്. പ്രേക്ഷകരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളുണ്ടാകാം. സോ ഈ പ്രശ്നങ്ങൾ മാറ്റാനുള്ള അതിൻ്റെ ഒരു സൊല്യൂഷനാണ് സ്വിച്ച് വേർഡ്സ് ആൻഡ് ഹീലിംഗ് നമ്പേഴ്സ്. ഓൾറെഡി എൻ്റെ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഏറെ സ്വിച്ച് വേർഡ്സ് ഞാൻ നൽകിയിട്ടുണ്ട്. കണ്ടു നോക്കുക, സ്റ്റാർട്ട് ചെയ്യുക, ചാൻറ്റിങ് ചെയ്യുക, ഇൻറ്റൻഷൻ വെക്കുക, ഓക്കെ, ആൻഡ് ദെൻ ചാൻറ്റ് ചെയ്യുക. ഫലം പ്രേക്ഷകരുടെ എനർജി ലെവലിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് എത്ര വിശ്വാസമുണ്ടോ ആ വിശ്വാസത്തിനനുസരിച്ച് ഫലം പെട്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. ആൻഡ് വിശ്വാസമില്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓൾറൈറ്റ്, സോ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ചുറ്റുപാടിൽ നടക്കുന്നത്. വെൽ, ചുറ്റുപാടിൽ എന്താണ് നടക്കുന്നത് നോക്കുമ്പോൾ എനിക്ക് ഗോസിപ്പായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, സോ പ്രേക്ഷകർക്കെതിരെ ഏറെ ഗോസിപ്പാണ് നടക്കുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ലൈഫ് ടോട്ടലി സ്റ്റേബിളാണ്, സേഫാണ് എന്നതാണ് ചുറ്റുപാടിൽ പറയുന്നത്. ഓക്കെ, നിങ്ങൾ മൊത്തം പണം എടുത്തു വെച്ചിരിക്കുകയാണ്, ആർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആരോടും ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇവിടെ വരുന്നത്. ഇൻട്രസ്റ്റിംഗ്. ജസ്റ്റിസ് കാർഡാണ് വന്നത്. ചില പ്രേക്ഷകർക്ക് ഇത് ജസ്റ്റിസ് ആണ് പ്രേക്ഷകർക്ക്. ഓക്കെ, സോ ദിസ് ടോപ്പിക് ഹാസ് ചേഞ്ച്. നൗ ഇറ്റ് ഈസ് ഗോസിപ്പ് അബൌട്ട് യു. ജസ്റ്റിസ് ആണ്. ദാറ്റ് ഇസ് ചില പ്രേക്ഷകർക്ക് തോന്നുന്നത് ഇത് പ്രേക്ഷകർക്കല്ല, നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ആൾക്കാർക്ക് തോന്നുന്നത് ഇത് പ്രേക്ഷകർക്ക് വന്ന ജസ്റ്റിസ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ചില ആൾക്കാർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ റൂഡാണ്, സ്റ്റബേൺ ആണ്, യുനോ, നിങ്ങൾ നിങ്ങളെ എന്തോ കരുതുന്നു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ചില ആൾക്കാർക്ക് നിങ്ങളുടെ വിജയമാണ്. ഓക്കെ, നിങ്ങൾ വിജയത്തിലേക്കാണ്, നിങ്ങൾ സക്സസ്ഫുൾ ആണ്, നിങ്ങൾ വളരെയധികം ആൾക്കാരോട് ഇടപെടുന്ന ഒരാളാണ്. ഓക്കെ, awesome. ടെംപറൻസ് കാർഡാണ് വന്നത്. സോ ബാലൻസിലാണ് നിങ്ങളുടെ ലൈഫ് പോകുന്നത് എന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. 2 ഓഫ് സ്വോർഡ് ആണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ മൂഡ് സ്വിങ്സ് ഏരിയ ഉള്ള ഒരാളാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഏരിയ ഉള്ള ഒരാളാണ്. നിങ്ങൾക്കറിയില്ല എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ആൻഡ് ദ ഡെവിൾ കാർഡ്. ദ ഡെവിൾ കാർഡ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ദാറ്റ് ചിലർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ഒത്തിരി ഒക്കുപ്പൈഡായി. ഓക്കെ, നിങ്ങൾ ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ലോൺ വൂൾഫായിട്ടും പോവുകയാണ്. ഓക്കെ, ചിലർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങളുടെ പാർട്ട്ണർ, ഓക്കെ, നിങ്ങളുടെ ലവറാകാം, സ്പൗസ് ആകാം, അവർ നിങ്ങൾ വളരെയധികം കൺട്രോൾ അല്ല ബട്ട് സെഡ്യൂസീവ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് ആൾ നിങ്ങൾ അല്ലാതെ മറ്റൊരാൾ പറയുന്നത് അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഓക്കെ, so why I'm getting this reading,
സറൗണ്ടിങ്ങിൽ എന്താണ് നടക്കുന്നത്? വൈ ഡിഡ് ഐ ഗെറ്റ് ഗോസിപ്പ് റീഡിങ്? Can you please clarify, spirit guides? Why am I getting this reading? Oh, okay. So പ്രേക്ഷകർ അറിയാൻ എന്താണ് ചുറ്റുപാടിൽ നടക്കുന്നത്? ആക്ച്വലി നിങ്ങൾക്കെതിരെ ഗോസിപ്പാണ് ചുറ്റുപാടിൽ നടക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ റീഡിങ് ഇങ്ങനെ മാറ്റി വന്നത് അല്ലെങ്കിൽ വേറൊരു ടോപ്പിക്കായിട്ട് വന്നത്? ബിക്കോസ് ചില ആൾക്കാർ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിനെ വഴി തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, I'll show you. So the first card വന്നത് ലവേഴ്സിൻ്റെ കാർഡാണ്, വിച്ച് ഇസ് എ വെരി ഗുഡ് കാർഡ്. ലവേഴ്സ് കാർഡ് വളരെ നല്ല കാർഡാണ്. പക്ഷേ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ ചില ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫ് സമാധാനപരം ആയിട്ട് പോകുന്നത് കാണാൻ അവർക്ക് താല്പര്യമില്ല. സോ വാട്ട് ദേ ആർ ട്രൈങ് ടു ഡു ഇസ്, നിങ്ങളുടെ സ്പൗസ്, നിങ്ങളോ നിങ്ങളുടെ സ്പൗസിനെയോ മറ്റ് ബന്ധം, ദാറ്റ് ഈസ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ലെങ്കിൽ ലവ് അഫെയർ മാത്രമാണ് നിങ്ങൾ ഇതുവരെ കമ്മിറ്റഡ് ആയിട്ടില്ലെങ്കിൽ അവരെ നിങ്ങളുമായിട്ട് വേർതിരിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ദ സെക്കൻഡ് കാർഡ് വന്നത് ദ മൂൺ കാർഡ് ആണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം എത്ര ആൾക്കാരാണ് ഇവിടെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്. ഓക്കെ, സോ പ്ലോട്ടിങ് നടക്കുന്നുണ്ട്. I'll take one more card. Please clarify moon card. പ്ലോട്ടിംഗ് നടക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇവിടെ കാണാം നൈറ്റ് ഓഫ് വോൺസ്. യെസ്, നൈറ്റ് ഓഫ് വോൺസ് ആൻഡ് ടെമ്പറൻസ് കാർഡാണ് വന്നത്. ഓക്കെ, സോ നിങ്ങൾ ഒന്നിച്ച് ഈ കാർഡ്സ് കാണുമെങ്കിൽ ഓക്കെ, രണ്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് ഈ രണ്ടുപേരും പോകുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങളെയും നിങ്ങളുടെ പാർട്ട്ണറെയും വേർതിരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില പ്രേക്ഷകർക്ക് ഇത് കരിയറാണ്. സോ നിങ്ങളുടെ ടീം, ഓക്കെ, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ടീമിനെ വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ ഓക്കെ വേർതിരിക്കാൻ ഇവിടെ സാധ്യതയുണ്ട്. ഓക്കെ, സോ ബി കെയർഫുൾ അബൌട്ട് ഇറ്റ്. പ്ലീസ് ക്ലാരിഫൈ ഓൺ മൂൺ കാർഡ്. എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത്? എന്താണ് സറൗണ്ടിങ്സിൽ നടക്കുന്നത്? 9 of Pentacles, okay, so first card കിട്ടിയത് 9 of Pentacles ആണ്. എന്നിട്ട് കിട്ടിയത് 7 of Pentacles ആണ്. സോ ഡെഫിനറ്റ്ലി ആരാണോ ഈ പ്ലോട്ടിംഗ് ചെയ്യുന്നത്, ഈ പ്ലോട്ടിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ലിറ്ററലി നിങ്ങളുടെ ധനം, ഓക്കെ, നിങ്ങളുടെ സാമ്പത്തികം അത് ഇല്ലാതാക്കാനാണ്. ഇല്ലാതാക്കാമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ദേ വോണ്ട് ഇറ്റ് ടു ഗെറ്റ് ഡിലേഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ഒരു എമൗണ്ട്, സപ്പോസ് നിങ്ങൾക്കൊരു സാലറി ലഭിക്കണം ഇന്നത്തെ ദിവസം, അത് ഇത്രയും ഡിലേ ആക്കി ഒരാഴ്ച 2 ആഴ്ച ഡിലേ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നു. സോ ദാറ്റ്സ് ജസ്റ്റ് എൻ എക്സാമ്പിൾ. സോ ദാറ്റ് ഇസ് പ്രേക്ഷകരുടെ അടുത്ത് വരുന്ന ധനം, പ്രേക്ഷകരുടെ അടുത്ത് വരുന്ന സൗകര്യങ്ങൾ, ലക്ഷറീസ്, അത് ഏറെ വെയിറ്റിങ്ങിൽ വെക്കണം. അപ് ടു 7 years. ഓക്കെ, അപ് ടു 7 years ഓഫ് വെയിറ്റിംഗ്, അതാണ് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. ഓക്കെ, സോ അപ് ടു 7 years ഓഫ് വെയിറ്റിങ്ങിൽ നിങ്ങളെ വെക്കണം നിങ്ങളുടെ അടുത്ത്. ആൻഡ് ഇറ്റ്സ് ട്രൂ. ഓക്കെ, സോ നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ഐശ്വര്യം നിങ്ങളിൽ നിന്ന് ഇത്തിരി അകന്ന് നിൽക്കണം. അതാണ് അവർ പ്ലോട്ട് ചെയ്യുന്നത്. ആൻഡ് ലേഡി ഈസ് ഇൻവോൾവ്ഡ്. സ്ട്രെങ്ത് കാർഡാണ് വന്നത്. സോ യെസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ആൾക്കാർ ഇത് ആഗ്രഹിക്കുന്നുണ്ട്, പ്ലോട്ടിങ് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ പ്രൊട്ടക്റ്റീവാണ്. ഓക്കെ, നിങ്ങൾ പ്രൊട്ടക്റ്റീവാണ്. ദുർഗ ഭഗവതിയെ ഹിന്ദു റിലീജിയൻ ആണെങ്കിൽ ദുർഗ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഏറെ സപ്പോർട്ട് ദുർഗ ഭഗവതിയുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട്. ആൻഡ്
മറ്റ് റിലീജിയനുള്ള പ്രേക്ഷകർക്ക് ഏഞ്ചൽസ് നിങ്ങൾക്കൊപ്പമുണ്ട്. പെർട്ടിക്കുലർലി ആർക്കേഞ്ചൽ ഗേബ്രിയൽ നിങ്ങൾക്കൊപ്പമുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വെളിക്കടക്കാൻ പറ്റും. ഓൾറൈറ്റ്, now next is 7 of cups. നിങ്ങൾക്ക് ചോയ്സസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്രേക്ഷകരുടെ മുമ്പിൽ ഇങ്ങനത്തെ ആൾക്കാർ വരുന്നതാണ്. ഈ ആൾക്കാരുടെ ഇൻറ്റൻഷൻ തെളിയുന്നതാണ്. യു വിൽ നോ വാട്ട് ദേ വോണ്ട് ടു ഡു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറെ ടൈം അല്ലെങ്കിൽ സന്ദർഭം ലഭിക്കുന്നതാണ് അവരെ കൺഫ്രണ്ട് ചെയ്യാൻ. വൈ? ബിക്കോസ് നിങ്ങൾക്ക് ക്വീൻ ഓഫ് സോഡ്സ് ആണ് വന്നത്. സോ നിങ്ങളുടെ എനർജി ക്വീൻ ഓഫ് സോഡ്സിൻ്റെ ആണ്. സോ ചില പ്രേക്ഷകർക്ക് അവരുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരുമായിട്ട് വഴക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ക്വീൻ ഓഫ് സോഡ് ആണ് വന്നത്. മൈറ്റ് ബി നിങ്ങൾ അറിയും അവരെന്താ ചെയ്യുന്നത്. നിങ്ങളുടെ മുമ്പിൽ പ്രൂഫ് വരാം ആൻഡ് നിങ്ങൾ അവരെ കൺഫ്രണ്ട് ചെയ്യാം. ഓക്കെ, സോ നൗ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഡീപ് ഡൗൺ ഇൻ ടു എന്താണ് സറൗണ്ടിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഐ തിങ്ക് സ്പിരിറ്റ് ഗൈഡ്സ് ഇത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിച്ചിരുന്നു ദാറ്റ് ദിസ് ഇസ് വാട്ട് ഈസ് ഗോയിങ് അഹെഡ്. ഓക്കെ, സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നൗ ലെറ്റ്സ് സീ ഡിവൈൻ ഗോഡ്, ഗോഡസ്, ആർക്കേഞ്ചൽസ്, ഗാർഡിയൻ ഏഞ്ചൽസ് എന്താണ് പ്രേക്ഷകരുടെ സറൗണ്ടിങ്ങിൽ നടക്കുന്നത്. 2 of sword in reverse ആണ് വന്നത്. ഓക്കെ, സോ they have already planned. ഓക്കെ, അവരെല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ക്വീൻ ഓഫ് സോഡ് ആണ് വന്നത്. ഇവിടെ മെയിനായിട്ട് ഒരു ലേഡി എനർജി. ലേഡി എനർജി മീൻസ് ഫെമിനൈൻ എനർജിയാണ്. ഒരു മെയിൽ വിത്ത് ഫെമിനൈൻ എനർജി ആകാം. ഓക്കെ, ഓ മൈ ഗുഡ്നസ്. സോ യെസ്, നിങ്ങൾക്കെതിരെ ഒരു ഫെമിനൈൻ എനർജി, ഒരു സ്ട്രോങ് ഫെമിനൈൻ എനർജി ഹു ഈസ് എ ലീഡർ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഏതോ ഒരു ലേഡി ലീഡറായിട്ട് നിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അവരുടെ ചുറ്റുവട്ടത്ത് കുറച്ച് ആൾക്കാർ എപ്പോഴും അവർക്കൊപ്പം നിൽക്കുന്നുണ്ടാകാം. സോ ദാറ്റ് ലേഡി ഈസ് പ്ലാനിങ് സംതിങ്. ഓക്കെ, ശ്രദ്ധിക്കും. സോ എന്തുകൊണ്ടാണ് എൻ്റെ ക്യാൻഡിൽ ഓക്കെ അത് പെട്ടെന്നാണ് പൊട്ടിത്തെറിച്ചത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് യെസ്, ഈ ഒരു ലേഡിക്ക് നിങ്ങളോട് പകയുണ്ട്. ഓക്കെ, ആൻഡ് ആ പക അവരെടുക്കാൻ തയ്യാറാണ്. Two of Wands, 3 of Wands and 10 of Pentacles. അവർക്ക് ആകെ വേണ്ടത് അവരുടെ ഇഷ്യൂ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സമ്പത്തുണ്ടാകരുത്. അവരുടെ ധാരണയിൽ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 10 of Pentacles ആണ് വന്നത്, 10 of Cups അല്ല. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവർ നിങ്ങളുടെ സ്പൗസുമായിട്ടുള്ള ഫാമിലി മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, ഇവർ നിങ്ങളുടെ കുടുംബം, ദാറ്റ് ഇസ് പ്രേക്ഷകരുടെ അമ്മ, അച്ഛൻ, സിബ്ലിങ്സ്, അവരുടെ വീട്ടുകാർ, നിങ്ങളുടെ ഹോൾ കുടുംബത്തെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവർക്ക് ഈ ഒരു ലേഡിക്ക് ഒരു ധാരണയുണ്ട് ദാറ്റ് നിങ്ങളുടെ കുടുംബം, നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ആൻഡ് അവർക്കതില്ല. ഓക്കെ, സോ ഷീ വോണ്ട് ടു റിപ്പ് ഇറ്റ് അപ്പാർട്ട്. ഓക്കെ, ആൻഡ് അതിനുള്ള ആക്ഷൻ അവർ തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ് മീ ചെക്ക് വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട്. ഐ ഫീൽ ഏതെങ്കിലും പ്രേക്ഷകർ ഇത് ആഗ്രഹിച്ചിട്ടുണ്ടാവും അറിയാൻ വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ, സോ അതാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ അടുത്ത് ഈ ലേഡി അല്ലെങ്കിൽ ഈ ലേഡിയുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ വരുന്നതാണ് വിത്ത് ലവിങ് ജെസ്റ്റേഴ്സ്. ഓക്കെ, അവരുടെ വീട്ടിലെ പാർട്ടി നടക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളോട് മാപ്പ് ചോദിച്ച് നിങ്ങളുടെ കൂടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു റിക്വസ്റ്റുമായിട്ട് വരാം. പക്ഷേ ബി കെയർഫുൾ, their intentions are wrong. Okay, their intentions are wrong. Angels, anything else? Is this for the client? Is this for the viewers or for the lady? Okay, so there's a good news. Whatever action, എന്തൊക്കെ ആക്ഷൻ ഈ ലേഡി നിങ്ങൾക്കെതിരെ എടുക്കുന്നുണ്ടോ. ഓക്കെ, സോ യെസ്, ഐ ഗോട്ട് എ ഇൻഫർമേഷൻ. 10 of Pentacles ഇവിടെ
ഈ ഒരു ലേഡി നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അമ്മ അച്ഛൻ സിബ്ലിങ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങളുടെ 10 ഓഫ് പെൻറ്റിക്കിൾസിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ്, നിങ്ങളുടെ ആർക്ക് ഏഞ്ചൽസ്, നിങ്ങളുടെ ഡിവൈൻ പവർ, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആൻഡ് ഈവൻ ആൻസെസ്റ്റേഴ്സ് വരുന്നുണ്ട്, അവരുമുണ്ട്. ആൻഡ് അവർ റെഡിയല്ല ഇപ്പോൾ ഇവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ. ഓക്കെ, സോ അവരെന്താണ് കൊണ്ടുവരുന്നത്? അവർ കൊണ്ടുവരുന്നത് 6 ഓഫ് കപ്സ്. എന്തൊക്കെ അവർ നിങ്ങൾക്കെതിരെ ചെയ്യുന്നോ അത് അവിടെ ഇല്ലാതായി പോകും, നിങ്ങളുടെ അടുത്ത് വരില്ല. ഓക്കെ, പേജ് ഓഫ് കപ്സ്. ഇൻഫാക്റ്റ് അവർ എന്ത് ആഗ്രഹിക്കുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. ആൻഡ് ദ ടവർ, യെസ്, ഇറ്റ്സ് ഗോയിങ് ടു ടേൺ ബാക്ക്. ആക്ച്വലി ടവറുടെ ക്ലാരിഫിക്കേഷനാണ് ഈ 2 കാർഡ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. സോ വാട്ട് എവർ ദേ ആർ പ്ലാനിങ്, അവരെന്ത് പ്ലാൻ ചെയ്യുന്നോ അത് അവർക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ പ്രേക്ഷകർക്കൊരു കാര്യം ചെയ്യാം. ഡെയിലി നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു നിങ്ങളുടെ ഹെൽത്ത് ശരിയല്ല, നിങ്ങളുടെ ബിസിനസ് ശരിയായി പോകുന്നില്ല, യുനോ വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു വിത്തൗട്ട് എൻ റീസൺ, ഓക്കെ, പറയുക ഐ റിട്ടേൺ ബാക്ക് ദി എനർജി ടു ദ സെൻറ്റർ. ദാറ്റ്സ് ഇറ്റ്. ഈ എനർജി നിങ്ങളെ ഉപദ്രവിക്കില്ല, ആരാണോ വായിച്ചത് അവരെയും ഉപദ്രവിക്കില്ല. ഓക്കെ, സോ യു ജസ്റ്റ് റിട്ടേൺ ബാക്ക് ദി എനർജി ബിക്കോസ് നിങ്ങൾക്ക് ആ എനർജി വേണ്ട. ഓക്കെ, ജസ്റ്റ് ബാക്ക് ഫയർ ചെയ്യുക എനർജി സോ ദാറ്റ് യു വിൽ ബി സേഫ്. ഓക്കെ, സോ നൗ I'll take angelic advice. It was interesting. ഇറ്റ്സ് ലൈക്ക് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ദാറ്റ് യെസ് ചോദിക്കൂ, ഞാൻ ഉത്തരം തരാം. ഓക്കെ, സോ ഹൂഎവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്താണോ ചോദിച്ചത് ദാറ്റ്സ് എ യെസ്. ഓക്കെ, ഇൻ എ പോസിറ്റീവ് വേ. ഓക്കെ, ബിക്കോസ് എൻ്റെ മനസ്സിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് വന്നത്. സോ ഇറ്റ്സ് എ യെസ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇയർ ഫ്രം നൗ, ഓക്കെ, എന്നീ വീഡിയോ കാണുന്നു 1 ഇയർ, ഓക്കെ, അത് ആ ഒരു ദിവസം തൊട്ട് 1 ഇയറിനുള്ളിൽ നിങ്ങളുടെ ആ ആഗ്രഹം സഫലീകരിക്കുന്നതാണ്. പ്രേക്ഷകരെന്തോ വിചാരിക്കുന്നുണ്ട്, ഓക്കെ, ബട്ട് ദർ ഈസ് സംതിങ് ബെറ്റർ. ഓക്കെ, അതിനെക്കാട്ടിലും നല്ലൊരു കാര്യം ഏഞ്ചൽസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട്. അബണ്ടൻസ് ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നാനാഭാഗങ്ങളിൽ നിന്ന് അബണ്ടൻസ് ആണ് വരുന്നത്. യെറ്റ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, മൈറ്റ് ബി ദർ ആർ ഫ്യൂ പീപ്പിൾ അവരുടെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ദെൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്രേക്ഷകർക്ക് ഇത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നതാണ്. ഓക്കെ, സോ ഡു തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഓക്കെ, ഈസ് ദർ എനിത്തിങ് എൽസ് ഐ ഹാവ് ടു ഡു? ഓക്കെ, ലവ് റിലേഷൻഷിപ്പ് ആസ് വെൽ ആസ് നിങ്ങളുടെ ലൈഫിൽ ഏതൊരു റിലേഷൻഷിപ്പ്, ഓക്കെ, അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അവിടെ ഉള്ള ഒബ്സ്റ്റിക്കിൾ മാറ്റണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലെറ്റ് ഗോ ഓഫ് ദി ഇമോഷണൽ ടെൻഷൻ. സി ഇവിടെ വരുന്ന ഇതാണ്, സി ഇവിടെ വന്നിരിക്കുന്ന കാർഡ്. To truly flourish is to release all the tension that holds me back from letting love pour through me. So might be നിങ്ങൾ വളരെയധികം ടെൻസ്ഡ് ആണ്, വളരെയധികം വേദനകളിൽ നിന്ന് നിങ്ങൾ പോയിട്ടുണ്ട്. ആൻഡ് അത് നിങ്ങളെ എല്ലാ ദിവസവും അതൊരു റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് ലെറ്റ് ഗോ ചെയ്യൂ, ലെറ്റ് ഗോ ചെയ്യൂ. When I move my body, I burst through all that blocks me from my true wealth and vitality. So എക്സസൈസ് ചെയ്യൂ, ഡാൻസ് ചെയ്യൂ, ഒരു സ്ഥലത്തു നിന്ന് മൂവ് ചെയ്യൂ, ഓക്കെ, ഗാർഡനിങ് ചെയ്യൂ. ബിക്കോസ് നിങ്ങളുടെ എനർജി സ്റ്റക്ക് ആകുന്നുണ്ട്. ആ എനർജി മാറ്റണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു മൂവ് യുവർ ബോഡി. ഓക്കെ, എനിത്തിങ് എൽസ്? ഓക്കെ, ഐ ടേക്ക് മോണോളജി കാർഡ്. Don't let your past hold you back. ഓക്കെ, സോ ദാറ്റ് മീൻസ് പ്രേക്ഷകർ എന്ന് ആലോചിക്കുന്നു അത് എങ്ങനെയോ പ്രേക്ഷകരെ ഹോൾഡ് ചെയ്യാണ്. ഓക്കെ, എങ്ങനെയോ പ്രേക്ഷകരെ ബാക്കിലേക്ക് പുൾ ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു,
യെസ് ഇറ്റ്സ് ഡിഫിക്കൾട്ട്, ഓക്കെ, അത് മറക്കാൻ പാടാണ്. പക്ഷെ പെതുക്കെ പെതുക്കെ കുറച്ച് എനർജീസ്, കുറച്ച് ഇമോഷൻസ് ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ഡു സേ എവ്രി ഡേ ഐ ലെറ്റ് ഗോ ദിസ് ഫ്രം മൈ മൈൻഡ്, ഫ്രം മൈ ബോഡി, ഫ്രം മൈ ഹാർട്ട്. എവിടെയാണോ നിങ്ങൾക്കിത് പെയിൻ തരുന്നത് ആ സ്ഥലത്തുനിന്ന് ഇത് ലെറ്റ് ഗോ ചെയ്യുന്നു എന്ന് ദിവസേന പറയൂ, അറ്റ്ലീസ്റ്റ് 3 times a day. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. സോ ബി കെയർഫുൾ, ഓക്കെ, ഈവൻ ദോ നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ബി കെയർഫുൾ. അവരെന്ത് ചെയ്യുന്നു അതിൻ്റെ ചെറിയൊരു കോൺസിക്വൻസസ് എങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരും. ലൈക്ക് തലവേദനയായി, ഓക്കെ, ബോഡി പെയിനായി, ഹെൽത്ത് ഇഷ്യൂസായി, വഴുക്കായി. പക്ഷേ അത് വലിയ രീതിയിൽ നിങ്ങളെ ടച്ച് ചെയ്യില്ല. എന്നാൽ പോലും ഈ ചെറിയ കാര്യങ്ങൾ പ്രേക്ഷകരുടെ ലൈഫിൽ വരുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഡു ഡെയിലി പ്രൊട്ടക്ഷൻ റിച്വൽസ്. ഓക്കെ, നിങ്ങൾ എന്താണോ, പ്രേക്ഷകർ എന്താണോ പ്രൊട്ടക്ഷൻ റിച്വൽസ് ചെയ്യുന്നത് അത് ഡെയിലി ചെയ്യുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് സാമ്പ്രാണി തിരിയുടെ പുക വീട്ടിൽ മുഴുവനും കൊടുക്കുക. ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് ഇറ്റ്. ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൻഡ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.